വാങ്കഡയിൽ സംഹാര താണ്ഡവമാടി സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും തകർത്തടിച്ച രോഹിത്തും പാണ്ഡ്യയും തീതുപ്പുന്ന പന്തുകളുമായി 5 വിക്കറ്റുകൾ കൊയ്ത ബുംറ ബംഗളൂരുവിനെ തകർത്ത് മുംബൈ. ജയം തേടി പന്തിൻ്റെ ഡൽഹി ഇന്ന് രാഹുലിൻ്റെ ലക്നൌവിനെ നേരിടും. IPL ആവേശത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ അനായാസ ജയം സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസ്. ബംഗളൂരു ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ മുംബൈ 15.3 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ജയം സ്വന്തമാക്കുകയായിരുന്നു. സൂര്യകുമാർ യാദവിൻ്റെയും ഇഷാൻ കിഷൻ്റെയും അർദ്ധ സെഞ്ചുറിയും രോഹിത് ശർമ്മയുടെ മികച്ച പ്രകടനവുമാണ് മുംബൈയുടെ ജയം അനായാസമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു ഡുപ്ലസിയുടെയും പട്ടിദാറിൻ്റെയും ദിനേശ് കാർത്തിക്കിൻ്റെയും അർദ്ധ സെഞ്ചുറികളുടെ മികവിലാണ് 196 റൺസ് എടുത്തത്. 21 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 5 വിക്കറ്റുകൾ വീഴ്ത്തിയ ബുംറയാണ് ഇന്നലത്തെ കളിയിലെ താരം. ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശകലനങ്ങളൊക്കെയായി നമ്മോടൊപ്പം BCCIയുടെ മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥൻ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മുംബൈയുടെ ബാറ്റർമാരെല്ലാം ഇന്നലെ തകർത്തടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവും കൂടി ഇന്നലെ ഫോമായി അല്ലേ? വളരെ ശരിയാണ്. ഇന്നലെ മുംബൈയുടെ ഒരു ദിവസമാക്കി അവർ മാറ്റി. കാരണം ഓരോ മത്സരത്തിലും അവര് ശക്തി ആർജിച്ചു വരുന്ന ഒരു ടീമാണ്. അപ്പോ പല IPL-ലും മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിലും സമാനമായ ശൈലിയിലാണ് അവരുടെ തുടക്കം. തോൽവിയിലൂടെ തുടങ്ങുന്നു. പിന്നീട് വരുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ടീമിന് വേണ്ടി ഓരോ താരങ്ങളും കളിക്കാൻ തുടങ്ങുന്നു, അവര് വിജയിപ്പിക്കുന്നു. ഇന്നലെയും കണ്ടത് ശരി തന്നെയാണ്. ബുംറയുടെ ഏറ്റവും മികച്ച ഒരു T20 ബോളിംഗ് പ്രകടനം, അത് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നേടിയ 5 വിക്കറ്റ് നേട്ടം. ആ 5 വിക്കറ്റ് നേട്ടം തീർത്തും ഒരു വലിയ സ്കോർ തന്നെ RCB നേടി എന്ന് പറയാം. ഇവിടെയും വെറ്ററനായിട്ടുള്ള ദിനേശ് കാർത്തിക്കിന്റെ അർദ്ധ സെഞ്ചുറി, ഡുപ്ലിസസിന്റെ അർദ്ധ സെഞ്ചുറി, തുടക്കത്തിലെ വിരാട് കോഹ്ലിനെ നഷ്ടപ്പെടുന്നു, രജിത് പട്ടീദാറിന്റെ അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി. എല്ലാ രീതിയിലും സാമാന്യം ഒരു ഭേദപ്പെട്ട സ്കോർ മുംബൈക്കെതിരെ അവർക്ക് പടുത്തുയർത്താൻ സാധിച്ചു എന്നുള്ളത് RCBയുടെ ഒരു ബാറ്റർമാരുടെ ഒരു പ്രകടനം തന്നെ. മറുവശത്ത് നമ്മൾ എന്നും പറയുന്ന ആ ഒരു പ്രകടനം, ബോളിങ്ങിലെ ഏറ്റവും നിരാശ ജനിപ്പിക്കുന്ന, വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു RCB ബോളർമാർ. പക്ഷെ ഇവിടെ കണ്ടത് ഇഷാൻ കിഷൻ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് തുടക്കം, ആ തുടക്കത്തില് സിക്സുകളും ബൗണ്ടറികളും പായിച്ചുകൊണ്ട് അദ്ദേഹം നേടിയ അർദ്ധ സെഞ്ചുറി, രോഹിത് ശർമ്മയുമായിട്ട് ചേർന്ന കൂട്ടുകെട്ട്, ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ പൂർണ്ണമായിട്ടും മുംബൈയുടെ ബാറ്റർമാർ അവരുടെ ആധിപത്യം പുലർത്തി അവരെ കളി സ്വന്തമാക്കി എന്ന് വേണം പറയാൻ. പിന്നീട് ഒരു തിരിച്ചുവരവ്, അത് സൂര്യകുമാർ, ആ തിരിച്ചുവരവ് വാങ്കഡയിൽ തന്നെ അദ്ദേഹം ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകടനം, അതും ഒരു അർദ്ധ സെഞ്ചുറി അനായാസം നേടുന്നു RCBക്കെതിരെ. അനായാസം, ഇതിൽ പരം ഒരു വിജയം അവർക്ക് ഇത്ര വലിയൊരു സ്കോർ നേടാനില്ല. അപ്പൊ അതുകൊണ്ട് RCBയുടെ ആ ബോളർമാരുടെ ആ കുറവ് വീണ്ടും തെളിയിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു ഇന്നലെ. എന്തായാലും സൂര്യകുമാർ യാദവും കൂടാതെ ഇഷാൻ കിഷനും ചേർന്ന് അവരുടെ ബാറ്റിംഗ് കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ആ ബാറ്റിംഗ് പ്രകടനം, അത് നിർണായക ഘട്ടത്തിൽ മുംബൈക്ക് പുറത്തെടുക്കാൻ സാധിച്ചു. തീർത്തും ബോളിങ്ങിന്റെ കാര്യത്തിലും മുംബൈ ബോളർമാരായിട്ടുള്ള ബുംറ ഉൾപ്പെടെയുള്ളവർ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. അനായാസ വിജയം വാങ്കഡയിൽ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇന്നലത്തെ മത്സരം, അതായത് ഒരു തീപാർന്ന പോരാട്ടം പ്രതീക്ഷിച്ചിറങ്ങി. പക്ഷെ എന്നിരുന്നാലും മുംബൈയുടെ ഭാഗത്തു നിന്നും ഒരു മികച്ച പ്രകടനം തന്നെ ഇന്നലെ കാണാൻ സാധിച്ചു. ആരാധകർക്കെല്ലാം 15.3 ഓവറിൽ മുംബൈ 197 റൺസ് എടുത്തു എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ, IPL-ൽ ഇന്ന് ലക്നൗ ഡൽഹി പോരാട്ടമാണുള്ളത്. വിജയവഴിയിലേക്ക് തിരികെ എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു ടീമുകളും ഇന്ന് ഇറങ്ങുന്നത്. ബാറ്റിങ്ങിൽ നിക്കോളാസ് പൂരൻ്റെയും കോക്കിൻ്റെയും ബൗളിങ്ങിൽ മായങ്ക് യാദവിൻ്റെയും യാഷ് താക്കൂറിൻ്റെയും ഫോമാണ് ലക്നൌവിൻ്റെ കരുത്ത്. മറുവശത്ത് ഡൽഹിയിലേക്ക് വന്നാൽ സ്റ്റബ്സും വാർണറും പന്തും ബാറ്റിങ്ങിൽ മികച്ച ഫോമിലാണ്. എന്നാൽ ബൗളിങ്ങിലെ സ്ഥിരതയില്ലായ്മയാണ് അവരുടെ ഏറ്റവും വലിയ തലവേദന. വൈകുന്നേരം 7:30 ലക്നൌവിലാണ് മത്സരം നടക്കുന്നത്. ശ്രീരംഗനാഥൻ, ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ലക്നൌവിനും ഡൽഹിക്കും ഇന്ന് ജയിച്ചേ മതിയാവൂ. വിജയവഴിയിലേക്ക് തിരിച്ചെത്താനാണ് ഇരു ടീമുകളും ഇന്നിറങ്ങുന്നത് അല്ലേ? വളരെ ശരിയാണ്. ഭാരത് രത്ന അടൽ ബിഹാരി വാജ്പേയി സ്റ്റേഡിയത്തിൽ, അത് പ്രത്യേകിച്ച് ലക്നൌയുടെ സ്വന്തം തട്ടകത്തിൽ
ലക്നൌക്ക് കൂടുതൽ ഒരു വിജയത്തിലോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം അവരെ 3 മത്സരം അവർ വിജയിച്ച ഒരു ടീമാണ്. ഡൽഹി ആവട്ടെ ആകെ ഒരു മത്സരമാണ് വിജയിച്ചിരിക്കുന്നത്. ഡൽഹിക്കാണ് ഏറ്റവും നിർണായകം ഈ മത്സരം. കാരണം അവര് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. തുടർച്ചയായിട്ടുള്ള പരാജയവും അവരുടെ ബോളർമാരുടെ നിരന്തരമായിട്ടുള്ള ആ ഒരു ഫോമില്ലായ്മ, ഇഷാന്ത് ശർമ്മയൊക്കെ എനിക്ക് തോന്നുന്നു ഇനി മാറ്റേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇതുവരെ അദ്ദേഹത്തിന്റെ ആ ഒരു ബോളിംഗ് പ്രകടനം ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ യുവതാരങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അവസരം നൽകും. ഡൽഹിയും ഋഷഭ് പന്തിന്റെ നേതൃത്വത്തിൽ, ഋഷഭ് പന്ത് വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സും നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ കരുതുന്നു. എന്തായാലും ഡൽഹിക്ക് ഇന്ന് വളരെ നിർണായകമാണ് ഈ മത്സരം. പ്രത്യേകിച്ച് അവരുടെ ഡിക്കോക്ക് ആയാലും അവരുടെ ടീമിന്റെ നിര നോക്കുകയാണെങ്കിൽ തീർത്തും ലക്നൌവിന്റെ ടീം, അതായത് KL രാഹുൽ, ഡിക്കോക്ക്, എല്ലാവരും മികച്ച ബാറ്റർമാരും അവരുടെ ബോളർമാരും ലക്നൌയുടെ മികച്ചതാണ്. പക്ഷെ മറുവശത്ത് അങ്ങനെയല്ല. പേരിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഡേവിഡ് വാർണർ ആയാലും മിച്ചൽ മാഷ് ആയാലും ഇങ്ങനെ അടങ്ങുന്ന ഒരു ബാറ്റിംഗ് നിര. പക്ഷെ ഈ ബാറ്റർമാരൊന്നും അല്ലെങ്കിൽ ബോളർമാരൊന്നും ഡൽഹിക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് ലക്നൌക്കെതിരെ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് മികവ് പുറത്തെടുത്തേ മതിയാകുകയുള്ളൂ. ഇല്ലെങ്കിൽ ഡൽഹിക്ക് ഈ IPL പൂർണ്ണമായിട്ടും ഒരു പരാജയത്തിലോട്ട് പോകുന്ന ഒരു കാഴ്ച. എന്തായാലും നല്ലൊരു മത്സരം ഇന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തായാലും ഇന്നും നല്ലൊരു മികച്ച മത്സരമാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇരു ടീമുകളും വിജയത്തിന് വേണ്ടിയാണ് ഇറങ്ങുന്നത്. വിജയിച്ചേ മതിയാകും ഇരു ടീമിനും. എന്തായാലും മികച്ചൊരു മത്സരം തന്നെ ആരാധകർക്കൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ IPL ആവശ്യ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ 8:15 വീണ്ടും കാണാം. നമസ്തേ.